ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈറാസ് യൂണിവേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക, ഒരു സംഭവം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഈ ഒരു എന്താ പറയുക, എന്താ പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടാവും, മിക്ക ആൾക്കാരിലും ഉള്ള സംഭവമാണ്. പിന്നെ പ്രത്യേകിച്ച് ജേർണലിങ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ജേർണലിങ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാനിത് എന്തോ മേടിക്കാൻ കുറച്ച് ലേറ്റായി ഗൈസ്, ബിക്കോസ് അറിയത്തില്ല, ഞാൻ മേടിക്കാൻ കുറച്ച് ലേറ്റായി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, കുറേ നാളായിട്ട് വിചാരിക്കുന്നത് മേടിക്കണമെന്ന്. ഫൈനലി ഞാനിത് മേടിച്ചു. അപ്പോൾ ഇത് ഇന്നലെയാണ് ഡെലിവർ ആയത്. നമ്മളത് മീഷോയിലാണ് മേടിച്ചിട്ടുള്ളത്. ഇന്നലെ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അവിടെ ഒരു അൺബോക്സ് ഒക്കെ ചെയ്ത് എല്ലാം നോക്കി. ഇന്ന് രാവിലെ ഞാൻ ആ ഒരു സംഭവം വെച്ചിട്ട് ഒരു ജേർണലിങ് ചെയ്ത്. അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഒരു ടൂർ ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. ആ സാധനം കുറച്ചധികം സംഭവങ്ങൾ അതിലുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ സംഭവം. ഇത് നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇതിലും ഫെമിലിയർ ആയിരിക്കും, കാരണം ഇത് മിക്ക ആൾക്കാരിലും ഉണ്ടാവും. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു, ഈ ഒരു ജേർണൽ കിറ്റ്. ഇത് നമ്മുടെ മൂൺലൈറ്റിൻ്റെ ജേർണൽ കിറ്റാണ്. പേർപ്പിൾ തീമിൽ വരുന്ന ജേർണൽ കിറ്റാണ്. ഇതൊരു അടിപൊളി സാധനം തന്നെ കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഷുവർലി വർത്തായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് കണ്ടോ, കിട്ടില്ല സാധനമാണ്. ഇതിൽ ഓരോ സംഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് ഫുൾ ജേർണൽ കിറ്റ് ടുഗദർ. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തു. ഞാനന്ന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ്. ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നോക്കി. ഇതിൻ്റെ അകത്തുള്ള ഡയറി വെച്ചിട്ട് ജേർണലിങ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഇതിൽ നമുക്ക് ഇത് തുറക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇത് നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു മെയിൻ സാധനം, ഈ ഒരു ജേർണൽ നോട്ട്ബുക്ക്. ഇത് കണ്ടോ, ഇത് ആക്ച്വലി കുറച്ച് ചെറിയ സൈസാണ് കേട്ടോ, കുഞ്ഞൊരു നോട്ട്ബുക്കാണ്. ബട്ട് ഇത് നല്ല അടിപൊളി സൂപ്പർ ഏസ്തെറ്റിക്കാണ്, നല്ല രസമാണ്. ഇത് ഈ ഒരു ബുക്ക് കണ്ടോ, ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതുണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്രിഡ് പേജസ് ആണ് വരുന്നത്. ഇതിൽ കുറേ പേജസും ഉണ്ട് കേട്ടോ, ഇത്രയും ഉണ്ട്. നമ്മൾ കുറേ ചെയ്യാം നമുക്ക് ജേർണലിങ്. അപ്പോൾ ഇതിങ്ങനെ തുറക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തും ഒരു കവറുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു മൂൺലൈറ്റിൻ്റെ ഇതൊരു കവറാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ഇതുപോലെ എടുക്കുക. കണ്ടോ, ഇതെടുക്കുമ്പോൾ നല്ലൊരു ഒതുക്കമുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുഞ്ഞു നോട്ട്ബുക്ക് ആയിട്ടുള്ള ഒരു ഫീലുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും. ഓർ നമുക്ക് ഈ ഒരു കവർ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് കൂടുതലും ഈ കവർ ഇട്ടിട്ടാണ് ഇഷ്ടമായത്, കാരണം ഇതെടുക്കുമ്പോൾ കുറച്ചൊരു പ്ലെയിൻ ലുക്ക് ഉണ്ട്. ബട്ട് ഇതിടുമ്പോൾ കുറച്ചുകൂടി രസമുണ്ട്. അപ്പോൾ ഞാൻ നോട്ട്ബുക്ക് ഇതിൽ കണ്ടോ, അടിപൊളി ഗ്രിഡ് പ്ലെയിൻസ് ആണ് വരുന്നത്. നല്ല രസമുള്ള ഒരു നോട്ട്ബുക്കാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പേജ് തന്നെ ജേർണലിങ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫസ്റ്റ് പേജിൽ ചെയ്ത ജേർണലിങ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതെങ്ങനെ ഇഷ്ടമായില്ലേ എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. ഇതിലാണ് നമ്മളെല്ലാ കലാപരിപാടികളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ള കുറേ സപ്ലൈസ് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് ജേർണലിങ് ചെയ്തത്. വേറെ ഞാൻ എൻ്റെ കയ്യിൽ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഈ ഒരു ജേർണലിങ്ങിൽ സപ്ലൈസിൽ തന്നെ ഉണ്ടായിരുന്ന എല്ലാ സപ്ലൈസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറി കാണിച്ച് ഇതിൽ കാണിക്കാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. ഒരു ഫുൾ ടൂർ തന്നെ നമുക്ക് ഇതിൽ വിസിറ്റ് ചെയ്യാം, കാരണം കുറേ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സംഭവത്തിലേക്ക് പോകാം. നെക്സ്റ്റ് 2 വാഷി ടൈപ്സ് ആണ് വരുന്നത്. കണ്ടോ, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പേർപ്പിൾ കളറും പിന്നെ ഇത് കുറച്ചൊരു കോട്ട്സ് ഒക്കെ എഴുതിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു വാഷ് ടേപ്പാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 വാഷി ടേപ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ പർപ്പിൾ തീമാണല്ലോ. സോ പർപ്പിൾ കളറിൽ വാഷി ടേപ്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, എനിക്കിത് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇതെന്താ സംഭവം അറിയാം. ഇത് നമുക്ക് മെമോ പാഡ്സ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഈ മെമോ പാഡ് നമുക്ക് സ്റ്റോപ്പൺ ചെയ്യാം. മെമോ പാഡ് മാത്രമല്ല, ഇത് കണ്ടോ, അപ്പം ഇത്രയും മെമോ പാഡ്സ് വരുന്നുണ്ട്. കണ്ടോ, കുറേ ഉണ്ട്, കുറേ മെമോ പാഡ്സ് ഒക്കെ വരുന്നുണ്ട്. കണ്ടോ, ഈ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ മെമ്മോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മെമോ പാഡാണെങ്കിൽ മെമ്മോ നമുക്ക് എഴുതി വെക്കുക, എന്ത് വേണമെങ്കിലും എഴുതാം. കുറച്ച് കോട്ട്സോ എന്താണെന്ന് ചെയ്താം. അപ്പോൾ അത് കുറേ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ചെക്ക് ലിസ്റ്റാണ്. ഇതിപ്പോൾ ഓരോ ഡേറ്റ്, നമുക്കൊരു ദിവസത്തെ ഡേറ്റ് ചെയ്തിട്ട് അതിന് ആ ഡേറ്റിലെ ഇഷ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും നമുക്ക് എഴുതാം. ഇതും ആക്ച്വലി കുറേ ഉണ്ട്. കണ്ടോ, കുറേ ഉണ്ട്. ഇനി ഇടയ്ക്കും ഉണ്ട് കേട്ടോ, മൊത്തത്തിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ.
ഇതും കുറേ ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, ഒരു ദിവസത്തെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാക്കുന്ന പറ്റുന്ന ഒരു പേപ്പർ കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഇതിൽ വരുന്നത് ഇതാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ജേർണലിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു നമുക്ക് എന്താ പറയുക, ഈ ഓരോ പിക്ചേഴ്സാണ് വരുന്നത്. ഇങ്ങനത്തെ കേസരി കേരളയിലെ പിക്ചേഴ്സൊക്കെയാണ് വരുന്നത്. പോളറോയിഡ് പോലത്തെ ടൈപ്പ് ഓഫ് പിക്ചർ, പോളറോയിഡ് പോലത്തെ ഉണ്ട്, അല്ലാത്തയും ഉണ്ട്. കണ്ടോ, ഇതൊക്കെ പോളറോയിഡ്സ് പോലത്തെ ടൈപ്പ് ഓഫ് പിക്ചേഴ്സാണ് വരുന്നത്. ഇതൊക്കെ നല്ല രസമുള്ള പിക്ചേഴ്സാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയതാണ്, കുഞ്ഞി പോളറോയിഡ് പോലത്തെ ടൈപ്പ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ കോട്ട്സൊക്കെ എഴുതിയിട്ടുള്ളതും ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഇത് കണ്ടോ, ഹാവ് എ ഗുഡ് ടൈം, കീപ് സ്മൈല്, എന്താ ഇതൊരു ബട്ടർഫ്ലൈൻ്റെ പിക്ചർ, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇത് കണ്ടോ, പിന്നെ കോട്ട്സ് എഴുതിയിട്ടുള്ളതുണ്ട്. പിന്നെ അല്ലാത്തത് ഇങ്ങനത്തെ ക്ലൗഡ്സൊക്കെ വരുന്ന പിക്ചേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ക്യാറ്റിൻ്റെ അങ്ങനത്തെ കുറേ ഉണ്ട് ഇത് സംഭവം. ഇത് കണ്ടോ, ഇതുപോലത്തെ കുറേ ടൈപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. ഓരോ ഫോട്ടോസാണ് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. പിന്നെ എനിക്കിതൊരു ആക്ച്വലി സംഭവം തോന്നി, എന്താണെന്നറിയാമോ, എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട്ബുക്ക് ആക്ച്വലി ഭയങ്കര ചെറുതാണ്, ചെറിയൊരു സൈസിൽ കുഞ്ഞി നോട്ട്ബുക്കാണ്, നല്ല ഒതുങ്ങിയ ഒരു നോട്ട്ബുക്കാണ്. പക്ഷേ ഇതിൽ വരുന്ന സപ്ലൈസ് ഒക്കെ അത്യാവശ്യം നല്ല വലുതാണ്. ഈ പേജിലൊന്നും അത് ഒതുങ്ങൂല. ഈ സത്യം പറഞ്ഞാൽ ഒരു നോട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പേജ് ഫില്ലാവും. അങ്ങനത്തെ കുഞ്ഞി നോട്ട്ബുക്കാണ്. ബട്ട് എന്തുകൊണ്ടും കുഞ്ഞു നോട്ട്ബുക്ക് നല്ലതാണ്, കാരണം നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് ജേർണലിംഗ് സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. കുറച്ച് സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ജേർണലിംഗ് ചെയ്യാം, പെട്ടെന്ന് പേജ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സംഭവമാണ്. എന്തുകൊണ്ടും കുഞ്ഞു നോട്ട്ബുക്ക് അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന പിക്ചേഴ്സ് കുറച്ച് വലുതാന്നേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ നോട്ട്ബുക്കിൽ ഇത്രയും വരും. ചില 2 ഇത്രയും വരും, ബാക്കി ഇത്രയും സ്പേസേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് ചെറിയൊരു എന്താ പറയുക സംഭവങ്ങൾ എനിക്ക് തോന്നിയുള്ളൂ. ആക്ച്വലി അത് ബെറ്ററാണ്, കുഴപ്പമില്ല. ടിയർ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് നെക്സ്റ്റ് സംഭവത്തിലേക്ക് പോകും. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ കുറേ പ്രാവശ്യം എടുത്ത് നോക്കിയിട്ടോ, എനിക്ക് നോക്കിയിട്ട് മതിയാവില്ല. കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൽ, നല്ല രസമാണ്. പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ നമ്മളതിൻ്റെ അടുക്കില്ല വെക്കണ്ടേ, അതൊരു പ്രശ്നമാണ്. ബട്ട് കുഴപ്പമില്ല, നമ്മളെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അടുക്കി വെക്കണമല്ലോ. അടുക്കി വെക്കാൻ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാനിത് എത്ര പ്രാവശ്യം നോക്കിയെന്നറിയില്ല. ഇന്നലെയാണ് ഇത് ഡെലിവർ ആയത്. ഞാൻ ചുമ്മാ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു ഡെലിവർ ചെയ്തത്. കുറച്ച് ലേറ്റായി വന്നപ്പോഴത്തേക്കും, കുറച്ച് രാത്രിയായിരുന്നു സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ഇന്നലെ തന്നെ രാത്രി വന്നിട്ട് 2 പ്രാവശ്യം എടുത്ത് നോക്കി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ കുറേ പ്രാവശ്യം നോക്കിയിട്ടോ, അങ്ങനെ കുറേ നോക്കി ഇങ്ങനെ ഇരിക്കുക. എനിക്ക് നോക്കിയിട്ട് മതിയാവില്ല, അത്ര അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇതിനെക്കുറിച്ചൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. നോട്ട്ബുക്ക് കുറച്ച് ചെറിയ നോട്ട്ബുക്കാണ്, പക്ഷേ ഇത് കുഴപ്പമില്ല. നോട്ട്ബുക്ക് ചെറുതാണ്, അതൊരു നെഗറ്റീവ് അല്ല. ബട്ട് സപ്ലൈസ് കുറച്ച് വലുതുമാണ്, നമുക്ക് ഇതിൽ അധികം ഒതുങ്ങുമല്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലത്തെ 2 ഇതാണ്. നമുക്കിങ്ങനെ ലെറ്റേഴ്സാണ് വരുന്നത്. ഇതിൽ ലെറ്റർ ഇല്ല, നമുക്കിങ്ങനെ എന്താ പറയുക, എൻവലപ്പ് പോലത്തെ സംഭവങ്ങളാണ്. 2 എൻവലപ്പ് വരുന്നുണ്ട്. ഇത് കണ്ടോ, നൈസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് എന്താ പറയുക, ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ലെറ്റർ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗി ക്യൂട്ടായിട്ടുള്ള 2 എൻവലപ്പാണ് വരുന്നത്. ഇതിൽ നമുക്ക് ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് കണ്ടോ 2 എൻവലപ്പ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എസ്തെറ്റിക് ലുക്കാണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലത്തെ കുഞ്ഞു സ്റ്റാമ്പ്സാണ്. ഈ സ്റ്റാമ്പ്സ് ആക്ച്വലി നല്ല ക്യൂട്ടാട്ടോ, ഭയങ്കര ചെറുതാണ്, നല്ല രസമാണിത്. ഇത് കുറേ ഉണ്ട് കേട്ടോ, കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് സ്റ്റാമ്പ്. ഇതുണ്ടോ, ഇത് 10-35 ഉണ്ട് ഈ സ്റ്റാമ്പ് തന്നെ. ഇത് കണ്ടോ, കുറേ ഉണ്ട്. ഞാൻ മൊത്തത്തിൽ കാണിക്കുന്നില്ല, അതിൻ്റെ അത് അടുക്കി വെക്കാൻ കുറച്ച് പണിയാണ്. ഇതുണ്ടോ, കുറേ ഇങ്ങനത്തെ കുഞ്ഞു സ്റ്റാമ്പാണ് വരുന്നത്. ഞാൻ ഒരുടെ അടുത്ത് കാണിച്ചു തരുന്നുണ്ടോ, ഓരോ കുഞ്ഞു സ്റ്റാമ്പ്. ഇത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ട. ഇതിൽ ഓൾറെഡി ഇങ്ങനെ മറ്റേ സ്റ്റിക്കർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിന് പുറകിൽ നിന്ന് ഇങ്ങനെ പീൽ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി, എളുപ്പപ്പണിയാണ്. കുഞ്ഞു സ്റ്റാമ്പ്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലത്തെ 2 സ്റ്റിക്കർ ഷീറ്റ്സ് ആണ്. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ എന്താണോ, ഇങ്ങനെ ഓരോ ബുള്ളറ്റ്സ് പോലെ വരുന്നുണ്ട്. അതിൻ്റെ നേരെ ഓരോ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ,
ഇതുണ്ട്. ഇത് എന്താ 2 ഷീറ്റ്സ് ഉണ്ട്. ഇത് ഒന്ന് ഇംഗ്ലീഷ്, നമ്മൾ നോർമൽ ഇംഗ്ലീഷാണ് വരുന്നത്. ഓരോ കോഡ്സ് ആണ് കണ്ടോ. ഓൾ വി ക്യാൻ ഡു ദിസ് ഇസ് വർക്ക്ഔട്ട്, ഐ ബീൻ സെർച്ചിങ് ഫോർ ദ കറേജ്, നെവർ ഗോണ സ്റ്റോപ്പ് ടോക്കിംഗ് ദിസ് ബിഗ് ചാനൽ. അങ്ങനെ ഒരു കോഡ്സാണ് വരുന്നത്. ഓരോ സർക്കിൾ ബുള്ളറ്റ്സ് വന്നിട്ട് അതിൻ്റെ നേരെ ഓരോരോ കോഡ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കോഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളറ്റ്സ് കൊടുത്തിട്ട് നമ്മുടേതായ തന്നെ കോഡ്സൊക്കെ എഴുതാം. പിന്നെ സെക്കൻഡ് വരുന്നത് ഇതുപോലെ എന്തോ കൊറിയനോ ചൈനീസോ ഏതോ ഒരു ലാംഗ്വേജിലുള്ള സംഭവമാണ്. കൊറിയനാണെന്ന് തോന്നുന്നത്. കണ്ടോ ഈ ഒരു ഇതിൽ വരുന്നത്. ഇതും ഒരു ബുള്ളറ്റ്സ് വന്നിട്ട് ഇതെനിക്ക് ആക്ച്വലി വായിക്കാൻ അറിയില്ല, കൊറിയൻ ഭാഷയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ 2 ബുള്ളറ്റ് സ്റ്റിക്കർ ഷീറ്റ്സാണ് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എന്താ ഇതുപോലത്തതാണ്. ഇതുപോലത്തെ എന്താ പറയുക, നല്ല അടിപൊളി എസ്തെറ്റിക് ആയിട്ടുള്ള അടിപൊളി സംഭവങ്ങളാണ്. ഇത് കണ്ടോ. ഇത് എന്താ ഇങ്ങനത്തെ ഓരോ കുറേ ഉണ്ട്. ഇത് ഇപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരെണ്ണത്തിൽ 3 എണ്ണം ഉള്ളത്. നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ടിയർ ചെയ്യാനുള്ള ഒരു ഇത് വരുന്നുണ്ട് ഇവിടെ. ടിയർ ചെയ്തിട്ട് ഓരോരോ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഇതൊരു കളേഴ്സാണ് കേട്ടോ, കളേഴ്സ് പോലത്തെ സംഭവമാണ്. ഇതുണ്ടോ, അങ്ങനത്തെ ഒത്തിരി ഉണ്ട്. അങ്ങനത്തെ ഇതുപോലത്തെ സംഭവങ്ങളാണ് വരുന്നത്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒറ്റ സാധനമാണെങ്കിൽ തന്നെ കുറേ വെറൈറ്റി വരുന്നുണ്ട് അതിൻ്റെ. കണ്ടോ, ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാവേ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. ഇത് നമുക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ സംഭവമാണ്. ഇതിപ്പോൾ നമുക്ക് ഓരോ നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് സ്റ്റിക്കർ ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റിക്കർ ഞാൻ ഓൾറെഡി എടുത്ത്. കണ്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. ഇതിൽ നമുക്കിങ്ങനെ ഓരോ കോഡ്സൊക്കെ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ എന്നിട്ട് നമ്മുടെ ജേർണലിൽ സ്റ്റിക്ക് ചെയ്യാം. കണ്ടോ, അങ്ങനത്തെ 4 ഷീറ്റ്സാണ് വരുന്നത്. ഓരോ ഷീപ്പാണ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷീപ്പ്. എന്താ ഇത് ഷീപ്പ് എനിക്കറിയില്ല. പിന്നെ ഇതിങ്ങനെ നീളത്തിലൊരു കോഡ്സൊക്കെ എഴുതാൻ പറ്റുന്ന ഷീപ്പ്. ഇതൊരു റൗണ്ട് ഷീപ്പ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഇതുപോലത്തെ 2 സ്റ്റിക്കർ ഷീറ്റ്സാണ് കേട്ടോ. സ്റ്റിക്കർ ഷീറ്റ്സ് നല്ല രസമുള്ള സ്റ്റിക്കർ ഷീറ്റ്സാണ്. ഇത് റൗണ്ട് ഷേപ്പിൽ വരുന്ന നല്ല എസ്തെറ്റിക് പിക്ചേഴ്സ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇതിൽ മോസ്റ്റ്ലി കോഡ്സാണ് വരുന്നത്. കോഡ്സൊക്കെ എഴുതിയിട്ടുള്ളതാണ്. കണ്ടോ, set goals, set prayers, study hard, enjoy the process, I have the power to change, take your dreams seriously എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കോഡ്സുള്ള പിക്ചേഴ്സാണ് ഇതിൽ വരുന്നത്. അപ്പം അങ്ങനത്തെ 2 സ്റ്റിക്കർ ഷീറ്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സംഭവമാണ്. ഇതും ഓരോ പേപ്പേഴ്സാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഓരോരോ പിക്ചേഴ്സാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള പിക്ചേഴ്സാണ് അങ്ങനത്തെ. ഇതിലിങ്ങനെ കുഞ്ഞു എന്തോ കോഡ്സ് റൈറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പർപ്പിൾ സീ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റൈറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഓരോന്ന് കാണിക്കുകയാണെങ്കിൽ വീഡിയോ കുറച്ച് ലാഗാവും. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ ആണല്ലോ. എനിക്കിത് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള പേപ്പറും. ഇത് നമുക്കിങ്ങനെ ഒട്ടിക്കാം. ഇത് നല്ല രസമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലത്തെ ഇങ്ങനെ വലിയ പേപ്പേഴ്സാണ്. ഇത് കണ്ടോ, ഇത് വലിയ പേപ്പേഴ്സാണ് വരുന്നത്. നല്ല രസമുണ്ട്. എന്താ മൂന്നൊക്കെ വരുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ബ്ലൂബെറി നൈറ്റ്സ് എന്നാണ് ചെയ്തത്. ഉണ്ടോ, ബ്ലൂബെറി നൈറ്റ്സ്. പിന്നെന്താ ഇതുപോലത്തെ അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സാണ് വരുന്നത്. എല്ലാം ഇതുപോലത്തെ പേപ്പേഴ്സാണ് പിന്നെ ലാസ്റ്റിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് ഇത് വരുന്ന ഏറ്റവും നമ്മുടെ ജേർണലിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ജേർണലിങ് ചെയ്യുന്നത്. ഇതുണ്ടോ, പാറ്റേൺ പേപ്പേഴ്സ് ആക്ച്വലി ഒത്തിരി ഉണ്ട്. കണ്ടോ, ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് 5 എണ്ണമാണ് വരുന്നത്. ഇത് രണ്ടും പാറ്റേൺ അല്ല, നോർമൽ കളേഴ്സാണ് വരുന്നത്. 2 കളറും 3 പാറ്റേൺ വരുന്നതുണ്ട്. കണ്ടോ, ഈ പർപ്പിൾ പോലത്തെ 2 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് 3 പാറ്റേൺ ആണ് വരുന്നത്. കണ്ടോ, 3 പാറ്റേൺസ് വരുന്നത് ഈ ഒരു പേപ്പറുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു പേപ്പർ ഓൾറെഡി യൂസ് ചെയ്തു. സൈഡിൽ നിന്ന് ഓൾറെഡി കീറിയെടുത്ത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ജേർണലിംഗ് സെറ്റിന് വരുന്നത്. എനിക്ക് ആക്ച്വലി കംപ്ലീറ്റ്ലി വർത്തായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഒരു കുഞ്ഞ് നെഗറ്റീവ്, ഒരു ചെറിയൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഡയറി കുറച്ച് നോട്ട്ബുക്ക് കുറച്ച് ചെറുതാണ്. എൻ്റെ സപ്ലൈസ് ഒക്കെ അത്യാവശ്യം നല്ല വലുതാണ്. അത് നമുക്ക് കീറിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കീറിയിട്ട് നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ആക്ച്വലി ഒരു നെഗറ്റീവ് ഒന്നുമല്ല. ഓക്കെ, അത് പക്ഷേ ഒരു കുഴപ്പമാണ്. പക്ഷേ ഇത് വർത്താണ്. കാരണം വലിയ 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്.
300 സംതിങ് ഇല്ല, 300 ഉള്ളൂ. 299 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എക്സാക്ട് റേറ്റ് പറയാൻ 299 ആണ് വരുന്നത്. എന്തായാലും വേർത്താണ്. നല്ലൊരു അടിപൊളി ജാക്കറ്റാണ്. നമുക്ക് എന്താ പറയുക ഒരു ഒറ്റ എന്താ പറയുക എക്സ്ട്രാ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെന്നാണ്. പിന്നെ സ്കെച്ച് മാർക്കേഴ്സൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു ജാക്കറ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സപ്ലൈ ചെയ്യാനുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ അത്രയുള്ള ബൈ.